ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത് ഈ മദ്യത്തിൻ്റെയോ കഞ്ചാവിൻ്റെയോ ലഹരി അല്ല, അപ്പുറത്തുള്ള വലിയൊരു വിപത്താണ്. കാര്യമായിട്ട് പറയണം, കളി പറയേണ്ട കാര്യമല്ലല്ലോ ഇത്. അടുത്ത കാലത്ത് അത് കുട്ടികളിലേക്ക് പടരുന്നു എന്നുള്ളതാണല്ലോ നമ്മളെ ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. കുട്ടികളിലേക്ക് എത്തുന്നു, അത് ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി. അതിനു മുമ്പ് ഈ കഞ്ചാവും മദ്യവും ഒക്കെ ബാധിച്ചിരുന്നത് ഒരു ഘട്ടം വരെ എനിക്ക് തോന്നുന്ന വയസ്സന്മാരെയായിരുന്നു. ഇനി വളരാനിരിക്കുന്ന ഈ നാടിന്റെ പ്രതീക്ഷയായ തലമുറയിലേക്ക് ഇത് ബാധിക്കുമ്പോഴാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനമാടും. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ചില രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കുട്ടികൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാനായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഹൈസ്കൂള് +2 ലെവലിലേക്ക് എത്തുന്ന കുട്ടികളെ അവർക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ എക്സൈറ്റ്മെൻറ്റ്, അവരുടെ ആവേശം, ലഹരി ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന മറ്റ് ചില പ്ലാറ്റ്ഫോമുകളോട് നമ്മൾ ഉണ്ടാക്കണം. അവരെ മറ്റ് ചില പ്രവർത്തനങ്ങളിലൂടെ ഇൻവോൾവ് ആക്കണം. അവർക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമയം കിട്ടാത്ത രീതിയിലേക്ക് അവരെ എൻഗേജ്ഡ് ആക്കണം. അവർക്ക് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന, അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേയേറെ ആക്ടിവിറ്റീസിലേക്ക് ഇതിനെ മാറ്റണം. ഇത് നാടിന് പ്രയോജനമുള്ളൊരു ക്യാമ്പയിനും ഒരു ക്രിയേറ്റീവായ നാടിനെയാകെ മാറ്റിമറിക്കുന്ന ഒരു ആശയം കൂടി ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ നമുക്ക് 2 ഗുണം ഉണ്ടാവും. എൻഗേജ്ഡ് ആകാൻ കഴിയുന്ന, അല്ലാതെ കാണാതെ പഠിക്കാനുള്ള മിടുക്കില്ലാത്തവന് അവൻ്റെ വൈദഗ്ധ്യവും സ്കില്ലും പ്രയോജനപ്പെടുത്താവുന്ന നിരവധി ഇത്തരം ആക്ടിവിറ്റീസിലൂടെ ഒരു പൗരബോധമുള്ളൊരു സമൂഹത്തെ സൃഷ്ടിക്കാനും പറ്റും. ഈ ലഹരിയിലേക്കുള്ള തിരിച്ചുപോക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പം ഇങ്ങനെ ജപ്പാനിൽ പോയപ്പോൾ എന്താ കണ്ടത്? ജപ്പാനിൽ ശരിക്കും ഞാൻ ഒരു 4 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോകാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യം ഞാൻ പറയാം. ചവിട്ടിയതാണല്ലിയാണില്ല. ജപ്പാനിൽ ജോലി ചെയ്യുന്ന ഒരാൾ എൻ്റെ വൈഫിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. മര്യാദയുള്ള ഒരു തെണ്ടിയില്ലടാ ഇവിടെ. അവർ പഴയ ടീച്ചറായിരുന്നല്ലോ, ആ ടീച്ചറുടെ ശിഷ്യനാണ്. അപ്പോൾ അയാളുടെ കുട്ടികൾ അവിടെയാണ് പഠിക്കുന്നത്. പ്രാഥമിക ക്ലാസ്സുകളിൽ വലിയ പഠനമില്ല. എന്തൊക്കെയാണ് കുട്ടി വളർന്നു വരുമ്പോൾ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളാണ് പോലും പഠിപ്പിക്കുന്നത്. എനിക്ക് വിരോധമൊന്നുമില്ല. അത് നല്ല പ്ലാനാണ് അബ്ദുള്ളേട്ടാ. മറ്റ് പാഠപുസ്തകം പ്രധാനമല്ല. അതിനോടൊപ്പം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുക. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. നമുക്ക് എത്രത്തോളം നടപടികൾ എടുക്കാൻ പറ്റും അത് ആലോചിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണം. ഞാനെന്ത് പറയാനാ, ഇക്കാര്യത്തിൽ നീയല്ലേ ഒരു തീരുമാനം എടുക്കേണ്ടത്.